ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയൊരു വണ്ടി മേടിക്കുന്നതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പത്തനംതിട്ടയിലെത്തി. അങ്ങനെ ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് ഇലക്ട്രിക് ഓട്ടോയാണ് എടുക്കുന്നത്. വണ്ടി എടുക്കുന്നത് നമ്മുടെ ഒരു സ്നേഹിതൻ്റെ അച്ഛനാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബജാജിൻ്റെ ഷോറൂമിലെത്തി. ഷോറൂമിൽ ചെന്നിട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വണ്ടി ഇവിടെ നിന്നല്ല, അവരുടെ യാർഡിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് യാർഡിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ബജാജിൻ്റെ യാർഡിലോട്ട് തിരികെയാണ്. അവിടെ എത്തിയപ്പം നമ്മുടെ സ്നേഹിതൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി നേരെ നമ്മൾ യാർഡിനകത്തോട്ട് കയറി. ഈ കാണുന്നതാണ് നമ്മുടെ ഓട്ടോ. ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓട്ടോയുടെ കുറച്ച് ഫിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം അതിൻ്റെ ആൾക്കാരെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തരികയാണ്. എടാ അത് മറ്റേ സ്വിച്ചാണോ? എന്താ സ്വിച്ച്? അങ്ങനെ വണ്ടിക്കകത്തും ഫ്രണ്ടിലോട്ടുള്ളവരുടെ വർക്കൊക്കെ കഴിഞ്ഞു. വണ്ടി വാഷ് ചെയ്തതിന് ശേഷമാണ് അവർ വെളിയിലോട്ട് ഇറക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു വണ്ടി തുടച്ച് വൃത്തിയാക്കി വണ്ടിക്കകത്തിൽ പുതിയ മാറ്റൊക്കെ ഇട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ അവർ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിങ്ങിൻ്റെ അല്ലടാ സാധനമേ, വൈറ്റ് ചെയ്താ ഇടാക്കി കളയണം. ഇനിയിപ്പോൾ അവരുടെ യാർഡിൽ അവരുടെ ഒരു രജിസ്റ്റർ ഉണ്ടായി, അതിൽ ഒപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ താക്കോലൊക്കെ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ പുതിയ വണ്ടിയുടെ താക്കോലൊക്കെ വാങ്ങി അങ്ങനെ വണ്ടിയിൽ കയറി സുഹൃത്തിൻ്റെ അച്ഛൻ വണ്ടി പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബജാജിൻ്റെ യാർഡിലുണ്ടായിരുന്ന ചേട്ടന്മാർ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഈ വണ്ടി എങ്ങനെ ഓടിക്കണം, ഇതിൻ്റെ കൺട്രോൾസൊക്കെ എങ്ങനെയാണ് എല്ലാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന് നല്ലൊരു രീതിയിലാണ് നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്.
അങ്ങനെ പുതിയ വണ്ടി എടുത്ത് ഞങ്ങൾ മടങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.